അള്ളാഹുവിന്റെ ഖളാ ഇല്ലാതെ ഒന്നും തന്നെ നടക്കില്ലല്ലോ. പടച്ചവന്റെ ഖളാ ആണ് വേണ്ടുന്നതല്ലാ. വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നിട്ട് പോലും എന്തിനേറെ പരിശുദ്ധമായ ഹജ്ജിന്റെ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ ജോലി ചെയ്തു കൊണ്ടിരുന്ന എത്ര ആളുകളോ അവർക്ക് പോലും അവിടെ ഒന്ന് ഉംറ ചെയ്യാനോ ഒന്ന് ഹജ്ജ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ ഹബീബിന്റെ നാട്ടിൽ താമസിച്ചവർക്ക് പോലും അങ്ങനത്തെ ഒരു അവസരം അല്ലാഹു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് മർമ്മപ്രധാനമായി വേണ്ടുന്നൊരു കാര്യം ഏതെന്നറിയുമോ? അത് ഖളാ അല്ലാഹുവിന്റെ ഖളാ ആണ്, റബ്ബിന്റെ ഖളാ ആണ്. എത്രയോ ആളുകൾ ഒരുപാട് ഉസ്താദുമാരെ കൂടെ ഉംറകൾക്ക് വേണ്ടി പോകുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹുവേ, അങ്ങനെ പോകുന്നവർക്ക് മുഴുവൻ അല്ലാഹു കൊടുത്തിട്ടുള്ള ഖളാ, നിങ്ങൾ ഹജ്ജിന് പോകണമെന്ന്, നിങ്ങൾ ഉംറക്ക് പോകണമെന്ന് അത് റബ്ബ് കൊടുത്ത ഖളാ.